വേറെ കോട്ടയുടെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മള്. ഒന്ന് പോയിട്ട് അങ്ങോട്ട് ഡിഫറെൻറ്റ് കോസ്റ്റ്യൂമുകളാണ് നമ്മൾ കാണുന്നത്. ഒരു ഗാന്ധിയുടെ കോസ്റ്റ്യൂമും ഒരു ഡ്രസ്സിങ് ഒക്കെ ചേഞ്ച് ഡ്രസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. കരിങ്കല്ലിൻ്റെ എന്തോ ഉണ്ട്. ബാത്തിട്ട് കുളിക്കണതാണ് പണ്ടത്തെ. പിള്ളേർ ചവിട്ടി കയറാൻ നിൽക്കണം അതിൻ്റെ മേലെ. ഉള്ളിലേക്കൊരു ലോകമുണ്ട്. ഇത് മ്യൂസിയം പോലെ തന്നെയാണ്. ഒരു 2 ഏക്കർ ഉണ്ടാവില്ലേ ഈ സ്ഥലം? പോരല്ലേ? ഡോറാണ് ഗംഭീര. വാവ്, ഗ്രാനൈറ്റേ ഉള്ളൂ, കരിങ്കല്ലൊന്നും ഇവിടെ ഇല്ല. വീട്ടിലെ ആംബിയൻസ് ആണല്ലോ. എൻ്റെ അമ്മ ഒന്നുണ്ടാ യുദ്ധക്കടാ. അത്യാവശ്യം ഉണ്ട് കേട്ടോ, കാണാൻ മാത്രം ഉണ്ടല്ലോ. ദൈവമേ, വർക്ക് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് വേറൊരു ലോകമുണ്ട്. സംഭവം ചെറുതാണ്. ഓരോ അറകളിൽ ഓരോരോ പ്രത്യേകതകളാണ്. ദൈവമേ, അവിടെയൊക്കെ നോക്കിയേ, അത്യാവശ്യം കാണാനുണ്ട്. സംഭവം ക്ലാസ്സാണ്. ആമേ, വേറെ ലെവല്. അവിടേക്കുണ്ടല്ലോ, നല്ല സൗകര്യമുണ്ട്. പണിയിലൊക്കെ ഇങ്ങനെ ഒരു ഡെക്കറേഷൻ ചെയ്തുള്ളൂ. അയ്യോ, വവ്വാലിൻ്റെ മണം അതിൻ്റെ ഉള്ളത്. കുറച്ച് വവ്വാലുണ്ട്. ചെറിയൊരു കിണർ പോലെ, പണ്ട് വെള്ളമൊക്കെ ഉണ്ടാവും. ചെറിയ ഏരിയ തന്നെ ഉണ്ട്. പുറത്തേക്ക് കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റും. ഉള്ളിലേക്ക് സമൃദ്ധി ലോകം തന്നെ ഉണ്ട്. അയവ, ഇവിടുന്ന് കാണാൻ പറ്റും താജ്മഹൽ. ഗാർഡനിലായിട്ട് കാണാം താജ്മഹൽ. അവിടെ ട്രെയിൻ പോകുന്നുണ്ട് പാലത്തിനുള്ളിൽ കൂടെ. റെയിൽവേ പാലം അതേ കാണാം. ഒരു പുഴ, ഒത്ത സൈഡിൽ താജ്മഹൽ, ഒത്ത സൈഡിൽ വേറെ എന്തോ. എടാ, ഇവിടെ വേറെ ആറാ. ഇതിലൊന്ന് ജയിലാടാ. ഇതിലെത്താവില്ലേ ജയില്? തോന്നുന്നു. ഇതൊരു അറയാണ്, സിമ്പിൾ അറ. പിന്നെ പഴയ തേപ്പ് കാണിച്ചു തരാം കേട്ടോ. ഇത് വേറെ തേപ്പ്, അതിൻ്റെ മേലെ വേറെ പെയിൻറ്റിങ് കോട്ട്. ഇന്നത്തെ പുട്ടി, ഇത് പുട്ടിയിട്ടുള്ളതാണ്. കല്ലിൻ്റെ മേലെ ജസ്റ്റ് ഒരു ചെറിയൊരു കോട്ടിങ്. പശയാണ്, സിമെൻറ്റ് പോലെ, വെള്ള സിമെൻറ്റ് പോലെ. അത് തേച്ചിട്ട് അതിൻ്റെ മേലെ വേറെ അങ്ങനെ ആക്കി എടുത്തുള്ളതാണ്. ഇത്രയും നല്ല എമൻഷൻ പെയിൻ്റ് അടിച്ച പോലെ അത് ഫീൽ ചെയ്യുള്ളൂ കാണുമ്പോൾ. ചുമര് ഇത്രയ്ക്ക് ഫിനിഷിംഗ് ആണ്. ഇത്ര കാലമായിട്ട് നിൽക്കണുണ്ട്. കയറുന്ന പാട്ടി വരെ മാർബിൾ അല്ലേ? ഇതാ ഇങ്ങനെ ഇതുപോലെ താജ്മഹലിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റണം അല്ലേ? പക്ഷെ പ്രവേശനമില്ല. ഇത് ജോയിൻ്റ് ഉണ്ട്, ഗ്യാപ്പ്.
ആ അടച്ചേക്കാണ്. ആ ആണോ? ആംബിയൻസ് നോക്കിയേ. കിടാവ് ഇങ്ങനെ സുഖമായിട്ട് കിടക്കുന്നുണ്ട്. അയ്യോ ഫുള്ള് ഫുള്ള് മാർബിള്. താജ്മഹൽ കയറാൻ പറ്റില്ലെങ്കിൽ നിരാശകളൊന്നും തീർക്കാം ആഗ്ര കോട്ടയിൽ. ഒറ്റക്കൽ മാർബിള്, ഫുൾ മാർബിള്. ഓക്കെ ഫുള്ള് മാർബിള്. എവിടാ ഗാന്ധി കുടുംബം? ഇങ്ങനെ കയറടാ എൻ്റെ ഉള്ളിക്ക്. ആ ഇതിൻ്റെ ഉള്ളിക്ക് വേറെ ലോകം. അത് അവിടെ ഉണ്ട് ഗാന്ധി കുടുംബം. അയ്യോ അവരെ കൂടെ പോയി കഴിഞ്ഞാൽ കറക്റ്റ് എത്തൂല്ലേ? മതിൽ വരെ ഗ്രാനൈറ്റ് ആണ്, മാർബിള്. എത്ര സിറ്റ് ഔട്ടാ. ഫുൾ ആഗ്ര ഫോർട്ട്. താജ്മഹൽ. താജ്മഹൽ വേറെ ഫോർട്ടിൽ കയറി ഇങ്ങനെ കണ്ടിന്യൂസ്. ആ കറകളാണല്ലേ. ഫുൾ ഗാർഡൻ. എന്തിനൊക്കെയോ പണിത് വെച്ചു. ഇവിടെ മാർബിളൊക്കെ മാറ്റിയില്ലേ, സിമെൻറ്റും കല്ലാക്കി. അങ്ങനെ ഇങ്ങനെ പോവല്ലേ, അടിവൊക്കെ മാർബിളാക്കി. കളയണ്ടെന്ന് എഴുതിയിട്ടേ. നമ്മളിവിടുന്ന് ഇറങ്ങി കേട്ടോ, എൻട്രൻസ് ഭാഗത്തേക്ക് എത്തി. ഇവിടെ കുറേ കൊറിയക്കാരുണ്ട് ഇഷ്ടം പോലെ. കൊറിയ ചൈന എന്നൊന്നും അറിയില്ല. ഒരുപാട് പേര് ഈ കോട്ട, മിർജാൻ കോട്ട, ആഗ്ര കോട്ട അതൊക്കെ കാണാൻ വരുന്നുണ്ട്. താജ്മഹൽ ഇവിടേക്കാണ് വിസിറ്റേഴ്സ് കൂടുതൽ. ഇനി വാരണാസിക്ക് പോകുന്നുണ്ട്. ഇനി അവിടെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. സംഭവം പൊളി. ഫുള്ളും വിദേശികളിങ്ങനെ വരുന്നൊരു ഏരിയ ആഗ്ര. കാണാൻ മാത്രം ഉണ്ട്. നമ്മളിങ്ങനെ കയറിപ്പോയി. നിങ്ങൾ ആദ്യം വന്ന് പോയത് അങ്ങ്. ആ ആൾക്കാർ കൂടിപ്പോ. നമുക്ക് വെള്ളം കുടിച്ചു വെള്ളം എടുക്കാം, എന്നിട്ട് പോവാ. വൈബ് അല്ലേ? കോട്ടയുടെ ഫ്രണ്ടിലാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഒരുപാട് കാണാനുണ്ട്. ഞങ്ങൾ ഇത്ര ഉദ്ദേശിച്ചില്ല. ഞങ്ങൾ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്നു ഇത്ര ഉള്ളൂന്ന് കരുതിയിട്ട്. പിന്നെ ഒന്ന് ഉള്ളിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു ലോകം തന്നെ ഉണ്ട്. സംഭവം അടിപൊളി തന്നെ കേട്ടോ ആഗ്ര കോട്ട എന്ന് പറയുമ്പോൾ. 50 റുപ്യാണെങ്കിൽ ഒരു രക്ഷയില്ല. 50 റുപ്യക്കുള്ളുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇതുപോലെ അങ്ങനെ ഒരുപാട് വിദേശികൾ ഇങ്ങോട്ട് കാണാൻ വരുന്നുണ്ട്. കാരണം ഇവരൊന്നും നമ്മൾ കേരളത്തിലേക്ക് വരുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ ഇവിടെ ആഗ്ര, ഡൽഹി, UP അധികമൊക്കെ ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് കണ്ടില്ലേ? ഇപ്പോൾ ഒരു കൊറിയക്കാരെ കണ്ടു. ഇപ്പോൾ